ഇത് മാസ് മോട്ടോഴ്സിൽ ആണ് ഹോണ്ട ആക്റ്റീവ HT മോഡൽ വണ്ടി നമുക്ക് വർക്കിന് കയറിയിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് ജോബ് കാർഡിൽ പറഞ്ഞേക്കണ വർക്ക് എന്ന് പറയുമ്പോൾ റണ്ണിങ്ങിൽ ഓഫായി പോകണ കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ കീ ഒന്ന് തിരിച്ച് കഴിഞ്ഞാൽ വണ്ടി ശരിയാവും, അതായത് കംപ്ലയിൻറ്റ് റെഡി ആവും എന്നാണ് പറഞ്ഞേക്കണേ. പിന്നെ പൊല്യൂഷൻ ടെസ്റ്റ് ചെയ്യണം. റിയർ ടയർ ടൈറ്റ് കറക്കുന്ന സമയത്ത് ടൈറ്റ് പറഞ്ഞിട്ടുണ്ട്, വലിയ കുറവ് പറഞ്ഞിട്ടുണ്ട്, പിക്കപ്പ് ലോ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കേസാണ് മെയിനായിട്ട് പറഞ്ഞേക്കണ അവർക്ക്. അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ചു നോക്കുമ്പോൾ വലിയ കുറവുണ്ട്, നിലവിൽ അത്യാവശ്യം കാണിക്കുന്നുണ്ട്. എന്നാൽ റണ്ണിങ്ങിൽ ഓഫായ കംപ്ലയിൻ്റ് ഒന്നും നമുക്ക് കിട്ടിയിട്ടില്ല. കസ്റ്റമർ പറഞ്ഞതും പ്രകാരം വെച്ച് നോക്കുമ്പോൾ കീ സെറ്റ് ലൂസ് കോൺടാക്റ്റ് ആവാനാണ് സാധ്യത. അതും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കി. നമുക്കത്ര ഒരു കംപ്ലയിൻ്റ് ഒന്ന് മാറ്റേണ്ട ഒരു കംപ്ലയിൻ്റ് ആയിട്ടൊന്നും തോന്നുന്നില്ല. അപ്പോൾ തൽക്കാലം വേണമെങ്കിൽ നമുക്ക് അതിൻ്റെ കോൺടാക്റ്റ് WD-40 ഉപയോഗിച്ച് ക്ലീൻ ചെയ്തിടാം. കാരണം എന്താ വെച്ചാൽ ഇത് സീൽഡ് ടൈപ്പ് ആയതുകൊണ്ട് നമുക്ക് അഴിച്ച് ക്ലീനിങ് നടക്കില്ല, സ്പ്രേ അടിച്ച് ക്ലീൻ ചെയ്യാനാണ് പറ്റുള്ളൂ. അപ്പോൾ അതൊന്നും വേണമെങ്കിൽ നമുക്ക് ചെയ്തിടാം. പിന്നെ പൊല്യൂഷൻ ടെസ്റ്റ് പറഞ്ഞിട്ടുണ്ട്, അത് നമ്മൾ ഓൾറെഡി അതിനുള്ള ചെയ്യുന്നുണ്ട്. എയർ ഫിൽറ്ററിൻ്റെ ഭാഗം കാര്യങ്ങളൊക്കെ നോക്കാം, പൊല്യൂഷൻ ടെസ്റ്റ് നോക്കാം. റിയർ ടയർ ടൈറ്റ് പറഞ്ഞിട്ടുണ്ട്, പക്ഷേ അതൊന്നും നിലവിൽ നോക്കുമ്പോൾ ഒരു കംപ്ലയിൻ്റ് ആയിട്ട് നമുക്ക് തോന്നണില്ല. നോർമലിൽ ഫ്രണ്ട് ടയറൊക്കെ കറങ്ങണ പോലെ അത്ര ഫ്രീ ആയിട്ട് ബാക്ക് ടയർ കറങ്ങില്ല. കാരണം അത് ഗിയർ സെറ്റ് ഫുള്ളായിട്ടാണ് കറങ്ങുന്നത്. ഗിയർ സെറ്റ് ക്ലച്ച് ഔട്ടർ അടക്കം കറങ്ങുമ്പോൾ ചെറിയൊരു ടൈറ്റ്, അത്ര ഫ്രീ ആയിട്ടായിരിക്കില്ല കറങ്ങുക. പക്ഷേ ഇത് നിലവിലൊരു ടൈറ്റൊന്നും നമുക്ക് കാണുന്നില്ല കേട്ടോ. പിന്നെ വലിയ കുറവുമായി ബന്ധപ്പെട്ട കംപ്ലയിൻറ്റ് എന്ന് പറഞ്ഞാൽ ക്ലച്ചിനകത്താണ് കംപ്ലയിൻറ്റ്. അതിൻ്റെ ക്ലച്ചിൽ CVT ക്ലച്ചിൻ്റെ വേരിയേറ്റർ ബോഡി കാര്യങ്ങളൊക്കെ ഡാമേജാണ്. അതിൻ്റെ ബുഷ് കാര്യങ്ങളൊക്കെ പോയിട്ട് ഈ ഒരു അവസ്ഥയിലേക്ക് ആയിട്ടുണ്ട്. ഈ ബുഷിൻ്റെയൊക്കെ പ്ലാസ്റ്റിക് കോട്ടിങ്ങൊക്കെ പൊളിഞ്ഞു പോയിട്ട് ഇതേപോലെയാണ് 6 ബുഷാണ് അതിൻ്റെ ഉള്ളിൽ വരാം. അപ്പോൾ ഇതിൻ്റെ ബുഷൊക്കെ ആ പ്ലാസ്റ്റിക്കിൻ്റെ കോട്ടിങ്ങൊക്കെ പുറമേ നിന്ന് പൊളിഞ്ഞു പോയിട്ട് ഈ ഒരു അവസ്ഥയിലാണ് കിടന്ന് ഓടിക്കൊണ്ടിരുന്നത്. കുറേ എണ്ണത്തിൻ്റെ പോയിട്ടുണ്ട്, ഇതേപോലെ തന്നെ പൊളിഞ്ഞു വന്നേക്കാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ആ റോളർ സെറ്റ് മാറ്റണം, വേരിയേറ്റർ ബോഡി ബോസ് മാറ്റിയിട്ട് ആ ഭാഗം ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ അത് ഓക്കെ ആയിക്കോളും. ക്ലച്ച് യൂണിറ്റ് ഫുള്ളായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്താൽ ഓക്കെ ആയിക്കോളും. ബെൽറ്റിൻ്റെ കണ്ടീഷൻ നോക്കി, ബെൽറ്റ് പൊട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നിലവിൽ ക്ലച്ചിനകത്ത് ആ വീലുകൾ മാറ്റി റെഡിയാക്കിയാൽ അത് ഓക്കെ ആയിക്കോളൂ കേട്ടോ. പിന്നെ അത് കൂടാതെ നമ്മൾ വണ്ടി നോക്കണ സമയത്തേ കുറച്ച് മെയിൻ്റനൻസ് ഒക്കെ ഉണ്ട്. ഫ്രണ്ടിലെ ബുഷ് കാര്യങ്ങളൊക്കെ പോയി കിടക്കുന്നുണ്ട്, പക്ഷേ അതൊന്നും കംപ്ലയിൻ്റ് ആയിട്ട് പറഞ്ഞിട്ടില്ല. ഫ്രണ്ട് ബ്രേക്കിൻ്റെ 2 കേബിൾ കംപ്ലയിൻ്റ് ആയിട്ട് ഉണ്ട്, ലോഡായിട്ട് നിൽക്കണ ഈ കാണണം കേട്ടോ. ഈ സൈഡിൽ ഈ കേബിൾ ഇത്രയും ഇവിടെ നിന്ന് ഇങ്ങടേക്ക് മൂവ് ചെയ്യാണ്ട് ഈ കേബിൾ ഓൾറെഡി വലിഞ്ഞ് നിൽക്കുകയാണ്. ഇത് തന്നെ ഓൾറെഡി ഇവിടെ ഔട്ടർ വലിഞ്ഞിരിക്കുകയാണ്, ഇതിവിടെ കേബിളൊക്കെ പൊട്ടിയിരിക്കുന്നുണ്ട്. അപ്പോൾ അതിനെ പറ്റിയിട്ടൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. പറഞ്ഞിരിക്കുന്നവർക്ക് പൊല്യൂഷൻ ടെസ്റ്റ്, പിക്കപ്പിലോ ഓട്ടത്തിലോ ഓഫായി പോണ കംപ്ലയിൻറ്റ് അതൊക്കെയാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ മറ്റേ ഫ്രണ്ടിലെ ബുഷിൻ്റെ കേസൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ വീഡിയോ കണ്ടുകഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് പറയണം. അപ്പോൾ അത് നമുക്ക് നോക്കിയിട്ട് അതനുസരിച്ച് അഡീഷണൽ എസ്റ്റിമേറ്റ് പറയാം. ഇപ്പം നിലവിൽ നമ്മൾ ചെയ്യേണ്ടി വരുന്ന വർക്കിൻ്റെ ഒരു എസ്റ്റിമേറ്റ് ഞാൻ വാട്സാപ്പിലേക്ക് ഇടുന്നുണ്ട് വീഡിയോ സഹിതം. അപ്പോൾ അത് നോക്കിയിട്ട് ഒന്ന് റിപ്ലൈ ഇടണം, കാരണം റിപ്ലൈ കിട്ടിയിട്ട് നമുക്ക് അതനുസരിച്ചിട്ട് വേണം വർക്ക് ചെയ്യാനായിട്ട്. ഓക്കെ.